അതായത് വാപ്പിയുടെ 2 കിഡ്നിയും 2 മക്കൾക്ക് വേണ്ടിയും തരാൻ തയ്യാറാണ്. പക്ഷേ വാപ്പിക്ക് അങ്ങനെ 2 കിഡ്നിയും തന്നു കഴിഞ്ഞാൽ പിന്നെ വാപ്പിക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ. വാപ്പി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരാ നോക്കുക? വാപ്പി ഉണ്ടായിട്ട് ആരെങ്കിലും 10 പൈസ തരുന്നുണ്ടോ നമുക്ക്? നിങ്ങളുടെ മരുന്നിന് പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും നമുക്ക് സഹായിക്കാനുണ്ടായിരുന്ന? പിന്നെ വാപ്പി കൂടി ഇല്ലാണ്ടായിപ്പോയി എനിക്ക് വാപ്പി ഉള്ളിടത്തോളം മക്കളെ വാപ്പി നോക്കും നല്ലപോലെ. എന്ത് പറഞ്ഞാലും വാപ്പി വാങ്ങിച്ചു തരും. അതിനുവേണ്ടി നമ്മൾ വാപ്പി ആരുടെ മുമ്പിൽ വേണേലും കഴിഞ്ഞിട്ടും വാപ്പിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കണ പോലും ഇഷ്ടമല്ല. സത്യം നിങ്ങളോട് കരയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും? നിങ്ങളോട് ഇവിടെ നിങ്ങൾ കരയണത് വാപ്പിക്ക് ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞതുക. എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വന്നതുപോലും എനിക്ക് സഹിക്കൂല കേട്ടാ. അത് വേറൊന്നും കൊണ്ടല്ല, ഈ കുഞ്ഞു പ്രായത്തിൽ അവർ അനുഭവിക്കാത്ത വേദനകളില്ല. എൻ്റെ ഈ 2 മക്കളുടെയും വേദന, അവർ വേദന എടുത്ത് കരയുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നൊരു പിതാവാണ് ഞാൻ. നിസ്സഹായരായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ മക്കളുടെ മുമ്പിൽ. ഇവർ 2 പേരുടെയും കിഡ്നി കംപ്ലൈന്റ് ആണെന്ന് അറിഞ്ഞ ഒരു ദിവസമാണ് ഞാൻ അറിയുന്നത്. 2 മക്കൾക്കും കിഡ്നി കംപ്ലൈന്റ് ആണെന്ന് അറിയേണ്ടി വരുമ്പോ ആ ഒരു ദിവസം ഞാൻ താണ്ടിയത് എങ്ങനെയാണെന്ന് എനിക്ക് പടച്ചവന് മാത്രമേ അറിയാവുള്ളൂ. തന്റെ 2 മക്കളോട് ആ വാപ്പി പറയുന്ന വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാക്ക്. ഹൃദയമുള്ള ഒരു മനുഷ്യനും കണ്ണു നിറയാതെ കണ്ടു തീർക്കാൻ കഴിയില്ല എന്നുള്ളതാ ഒരു ഉപ്പാന്റെ സങ്കടമാണ്. ആ ഉപ്പാക്കുണ്ടായ 2 പൊന്നു മക്കള്, 2 കുഞ്ഞു മാലാഖമാര് ഇന്ന് ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നൊരു കാഴ്ചയാണ്. ആ ഉപ്പ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടോ? എന്റെ മക്കൾക്ക് 2 കിഡ്നിയും എനിക്ക് തരാൻ കഴിയുമെങ്കിൽ ഞാൻ തരുമായിരുന്നു. പക്ഷേ വാപ്പിക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ലല്ലോ. വാപ്പിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് എന്റെ മക്കൾക്ക് പിന്നെ ആരാ എന്നാണ് ആ ഉപ്പ ചോദിക്കുന്നത്. ഇതുപോലുള്ള ഒരു സങ്കടം നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ കാണുമ്പോ നിങ്ങൾ തട്ടിമാറ്റി കളയരുത് കേട്ടോ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന റഫീഖ് എന്ന പ്രിയപ്പെട്ടവന്റെ 2 കുഞ്ഞു മാലാഖമാരാ. ഈ ഒരു മരുന്നിന്റെ പാക്കറ്റുകൾ കണ്ടോ നിങ്ങള്? ഈ കഴിഞ്ഞ 4 മാസം ഈ പൊന്നു മാലാഖമാരെ കുടിച്ചു തീർത്ത മരുന്നുകളാ. ആ മക്കൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, തുടർ ചികിത്സ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം വേണം. അതിന് നിവൃത്തിയില്ലാതെ നിറകണ്ണുകളോടുകൂടി തന്റെ 2 മക്കളുടെ മുന്നിൽ വെച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആ മക്കളെയും നെഞ്ചോട് ചേർത്ത് വന്ന ഈ പിതാവിന്റെ വേദനാജനകമായിട്ടുള്ള വാക്കുകള്, ഈ ഒരു കാഴ്ച എന്റെ പ്രിയപ്പെട്ടവര് കാണാതെ പോകരുത്. നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്തേ എല്ലാവർക്കും എത്തിച്ചു കൊടുത്ത് അവരോടൊക്കെ ഒന്ന് പറയണം സഹായിക്കാൻ. മക്കളെ സ്നേഹിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മള്? മക്കളോട് കരുണ കാണിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മള്? ആ മക്കളുടെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും നമ്മുടെ ഹൃദയം തകർന്നു പോകും എന്നുള്ളതാ. നമുക്ക് ആ വേദന മാറണം എന്നുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങണം. അങ്ങനെ മക്കളെ സ്നേഹിക്കുന്ന